അറിയത്തിൻ പൊന്മകനാ കൂടുതൽ ബാക്കിയും കൂടെ ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു. ഓട്ടോകളെ കഴിപ്പിച്ചിട്ട് അവിടെ അപ്പോൾ ആനയെ കൊണ്ട് വെച്ചാൽ മതി. ആനയല്ല, കുതിരനെ വെക്കണം. അതിന്റെ എൽ ഷേപ്പിൽ കുതിരനെ വെക്കണം. ഇതൊന്നും അറിയാൻ പാടില്ല പുള്ളി. ചെസ് കളിക്കാൻ എന്തോ ഏർപ്പാട്. അതെ, ആനയെ കുതിരനെ അയ്യോ, ശിവമണിയുടെ വ്രതം കെട്ടണോ? ശിവമണിയുടെ വ്രതം, അതിന് വെല്ലുന്ന സാധനമാ ചുമ വരുന്നു. രാത്രിയിലുണ്ടല്ല ഈ സ്കൂളിലെ കൂട്ടോണി അടിക്കുക, അതുപോലെ സാധനം അടിക്കും. കളിയാക്കൊന്നും വേണ്ട. ഈ ചുമയെന്ന് പറഞ്ഞതേ ദാനം കിട്ടിയ ചുമയാ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എന്റെ നെഞ്ചാമോട് കൂട്ട് ഈ ഇട്ടിരിക്കുന്ന ഷൂട്ടുണ്ടല്ലോ, അതിട്ട് ചവിട്ടിയതാ. അത് തുടങ്ങിയ ചുമയാ. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നല്ല കാലത്ത് പെണ്ണുങ്ങളൊക്കെ പിടിച്ചാൽ ചവിട്ടി കൂട്ടിയതാ പോലും. ഒരു കാര്യം പറയാം, നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം. പാപ്പം വലിഞ്ഞ് കയറണ്ടേ? നക്ഷത്രം ഞങ്ങൾ കെട്ടിക്കോളാം. ശരീരം മാത്രമേ പറയാനുള്ളൂ. വേണ്ടത് ഞങ്ങൾ കെട്ടിക്കോളാം. നിന്റെ അമ്മ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പെൻഷൻ ഉണ്ടോ? പെൻഷൻ ഒന്നുമില്ല. അപ്പൊ വീട് ചാവട്ടടാ. ഇങ്ങനെ കുഴിയിൽ ഒരു മണി മണ്ണെനിക്ക് അറിയണം. ഹലോ, ഞാൻ വീട്ടില് ചോർന്നോണ്ടിരിക്കണം. എന്ന് പറഞ്ഞത് ഇത് എങ്ങനെ വരുമെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട്. ക്രിസ്മസ് ക്രിസ്മസ് പപ്പട വേഷത്തിന് വന്നാൽ എല്ലാവരും കണ്ടുപിടിക്കൂലായിരിക്കും. രാത്രി 9 മണി ക്രിസ്മസ് പപ്പട വേഷത്തി. ഓക്കെ ഓക്കെ, നീ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഒളിച്ചോടി പോകാനുള്ള പരിപാടിയാണ്. പഴയ സാധനം തന്നെ. അയ്യോ, മൂക്ക് പഴത്ത പോലെ, ചൈനക്കാരെ പോലെ. അയ്യോ, എന്തോ അങ്ങനെ പറയുന്നത്? പറഞ്ഞു ശരിയായിട്ട്. അതായത് നീ ഇവിടെ അതായത് പാപ്പനിപ്പം കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. പാപ്പനിപ്പൊ 70 വയസ്സായി. നമ്മൾ ആലോചിച്ച പെണ്ണ് കെട്ടാൻ പാടാ. നമുക്ക് മാട്രിമോണിയിൽ ഒരു പരസ്യം. അപ്പൊ എന്ത് പറ. ചേട്ടാ, ഇന്ന് ക്രിസ്മസ് പപ്പാട് വേഷത്തിൽ 9 മണിക്ക് ഈ വീട്ടിൽ വന്നാ മതി. ഞാൻ ലൊക്കേഷനും കൂടെ അയച്ചേക്കാം. വേഗം പറഞ്ഞേ, എന്നെ കൂട്ടണേ. സ്വർണ്ണമണപ്പ് ഞാൻ എടുത്തിട്ടുണ്ടേ.
സ്നേഹിക്കുന്ന പെണ്ണെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ മനസ്സിലായ? അപ്പൊ ആംബിയൻസ് മാത്രം മതി, ഒച്ചയും ബഹളവും വേണം. മനസ്സിലായ? പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവാദം നൽകുന്നുണ്ട്. ഇതിപ്പോഴാണോ പറയുന്നത്? ഇപ്പോഴല്ലെന്ന്. അതായത് ഞാൻ ഈ ക്രിസ്മസ് പപ്പയുടെ വേഷം ഞാൻ അല്ലെന്നുണ്ടെങ്കിൽ ഇവര് കൈയോടെ പിടിച്ചാൽ അപ്പൊ മാത്രം നീ പറഞ്ഞാൽ മതി. അതിനാണ് ഇതൊക്കെ വാടക കിട്ടാൻ മനസ്സിലായ? അപ്പൊ അങ്ങനെയാണോ നീ ഒന്ന് ഈ കാര്യം പറയാം. അത് എങ്ങനെയാണ് പറയാം? ചെറുക്കനും പെണ്ണിനും പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇത് അനുവദിക്കുന്നുണ്ട് നിയമം. അനുവദിക്കുന്നു. ഈ സാധനം അത് പിടിക്കുവാണെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ണിക്കാണ് അതിന് സ്ക്രിപ്റ്റ് കളിക്കുന്നു. ഈ സംഭവം കറക്റ്റാണ്. നീ ടൈമിങ് തെറ്റിക്കാൻ വന്നാ മതി. ഇതെന്നാറിയോ, ഞാൻ ടെൻഷൻ അടിക്കാറുണ്ട്. അയ്യോ എനിക്ക് ടെൻഷനാവേ, എനിക്ക് ടെൻഷനാവും. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അടിച്ച് തീർക്കുമ്പോൾ ടെൻഷൻ ആവുന്നില്ല. ആവശ്യം പോലെ ഞാൻ മേടിച്ചു കഴിച്ചു. നീ അപ്പൊ ടൈമിങ്ങിന് വരണം, എന്നെ പിടിച്ചാൽ മാത്രം. ടൈമിങ്ങിന് വന്നാൽ പോലെ വിഷുവിന്റെ മാത്രം മുന്നേ ടൈമിങ് വന്നാൽ. പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും സമൂഹത്ത് ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. അത്ര സമയം വേറെ ആംബിയൻസ് മാത്രം മതി. ആവശ്യമില്ല അവിടെ അടിക്കരുത്. നീ അടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒറ്റയും പേർ ഉണ്ടാക്കാതെ പടങ്ങളായിരിക്കും. അപ്പൊ ഒരു കാര്യം, അടുക്കള വരുമ്പോൾ ഞാൻ പോകും. അപ്പൊ നിങ്ങൾ എന്നെ പുറകെ വന്നു. അപ്പോൾ ഞാൻ ഇവരും കൂടെ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അത് ഓക്കെ. ഇതെന്താണ് പറഞ്ഞ മനസ്സിലായാവല്ലോ. അതുവഴി അടുത്ത വഴി പോകും. അപ്പൊ ഞാൻ ഇവരുടെ എന്താണ് നിന്റെ ഉദ്ദേശം? പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്? റിപ്പീറ്റ്സ് മൈക്ക്. ടൈമിങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയായ ചെറുക്കനും പെണ്ണിനും അനുഗ്രഹം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ പെണ്ണിനെയാണ് നീ അടിച്ചു മാറ്റിക്കൊണ്ട് പോണത്. ഇവിടുത്തെ പെണ്ണിനല്ല, ഇവിടുത്തെ പണിക്കാരിനെയാണ് അടിച്ചു മാറ്റുന്നത്. ശരി, നാളെ അവരുടെ പണിക്കാരെ കടിച്ചോട്ടി വിട്ടു. പണിക്കാരി എന്ന് പറഞ്ഞാൽ പണിക്കാരിയായിട്ട് തോന്നുന്നു, ഇവിടുത്തെ മൂത്ത മോളായിട്ട് തോന്നുന്നു. സുന്ദരിയാ. അത് തന്നെയല്ല, ഈ വീട്ടിലെ പണവും പുറവും എല്ലാം കൂടി കൂടി അവൾ അടിച്ചു മാറ്റിക്കൊണ്ടാണ് വരുന്നത്. എന്റെ പെണ്ണ് രക്ഷപ്പെട്ട് എന്റെ പെണ്ണോടെ വെള്ളപ്പിച്ചെടുക്കാൻ എത്തുന്നത്. നീ അതൊക്കെ ഓർത്ത് തന്നെ ഒട്ടി കൊടുക്കരുത്. നീ ഒരു കാര്യം ചെയ്യണം. ആരെങ്കിലും വരുന്നതിൽ ഒരു സിഗ്നൽ വേണം. ആയിക്കോട്ടെ, അവിടെ ശരി. മിസ്റ്റർ, പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്. ടൈമിംഗ് കൃത്യമല്ലേ? ഇതാര്? അല്ല, ഈ പെണ്ണ് എടാ ചേട്ടന്മാരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് പിടിച്ച് അപ്പാപ്പ മരത്താൻ വീണപ്പോ ചാടിപ്പോയി സ്വർണ്ണപ്പല്ല് കിട്ടിയിട്ടുണ്ട്. ഇതാരും വാങ്ങി ചുരുമ്പൊരു കട്ടോ ഇവിടെ എന്തോ നടക്കുന്ന ഒരു പിടുത്തം എടുത്തില്ലല്ലോ. ഹലോ മിസ്റ്റർ, പ്രായപൂർത്തിയായ ആണും പെണ്ണും എവിടെ വേണമെങ്കിലും താമസിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അവള് വന്ന ഒരു ഭാഗ്യം കൊണ്ട് തന്നു. അവിടെ സ്വർണ്ണം ഉണ്ടാക്കിയിട്ട് മൂന്നാല് പരിപാടിയാണല്ലേ? എവിടെ അതല്ലേ ഞാൻ ഉദ്ദേശിച്ച പെണ്ണില്ല, വേറെ പെണ്ണു. അതൊരിക്കലും നീ ഒരു വായിലുണ്ട്, ഒരു വായിൽ കഴിച്ചപ്പോ ഞാൻ ആരാന്നോ? നന്ദിയില്ലാത്തോടെ ഞാൻ ആരാണെന്നോ? അയ്യോ തോന്നുന്ന തട്ടോട് നിങ്ങൾ സംസാരിക്കരുത്, എന്നോട് സംസാരിക്കരുത്. എനിക്ക് വിഷമമുണ്ടാ. നമ്മൾ ഒരുമിച്ച് എനിക്ക് വിഷമമുണ്ട്. വേറെ കുറെ കേസ് നീ എന്നോട് സംസാരിക്കില്ലേ? എനിക്ക് വിഷമമുണ്ടാ. എത്ര കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ കൂട്ടുകാരല്ലേ?
എനിക്ക് സത്യമാണ്. ഞാനൊന്ന് കരഞ്ഞപ്പോഴേക്കും സങ്കടം മൂത്ത് നീ ഇപ്പഴാ നീ കരഞ്ഞ എന്നത്തെ എന്തിനാ കരഞ്ഞു? നീ അല്ലേ പറഞ്ഞ എന്താ എന്നെ അറിയില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ നീ ചതിയാ, നിന്റെ കൂട്ടെനിക്ക് വേണ്ട. എന്തൊക്കെയാണ് ഈ വന്നു തുടങ്ങി എനിക്കറിയത്തില്ല. ഇവിടുന്ന് എവിടെ പോയി കിടക്കോളൂ. ആണോ? പ്രായപൂർത്തിയായ ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. കൃത്യമാണോ? കണ്ണാടി 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 ആ കണ്ണാടി കണ്ണാടി ഇവിടെ എടാ അവിടെ പോകുന്നില്ലടാ. നീ എവിടെയാ? എവിടെ പോയെന്ന് അറിയാൻ വയ്യ. മഞ്ചനായിട്ട് ആദ്യം കേട്ടാനായിട്ട് ഇതൊരു ബാഗ്. നീ നീ ബാഗ് തന്നില്ല. എടാ ഇത് വേറെ പെണ്ണു കൊടുക്കുന്ന ബാഗ്. നിന്റെ കൂടെ വന്നു. എനിക്ക് അറിഞ്ഞോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. സമൂഹത്തിൽ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. നീ അറിയ പോണതാ നിന്നെ അറിയൂടാ. എനിക്ക് അറിഞ്ഞോളാം ഇവിടെ എന്തൊക്കെ നടക്കും. ചേട്ടാ സ്വർണ്ണപ്പള്ളി എത്തി വാ പോകാം. ഇവിടെ നിൽക്കട്ടെ പോ. പെങ്ങളല്ല വേറെ വിഷയമുണ്ട്. മാറിപ്പോയതാണ്. ഞാനൊന്നും പറയാതെ കണ്ടില്ല. മാറിപ്പോയത് ഇതൊക്കെ ഈ പറയുന്ന വെളിവിട്ട് പോയോ? ഇത് അങ്ങനെ അല്ലെന്നത്. അറിയാൻ പാടില്ലേ? ക്രിസ്മസ് അതെന്തറിയാമോ? ഞാനൊരു അനാഥനാണ്. ഒറ്റപ്പെട്ട ജീവിതമാണ്. അവനൊരു അനാഥനാണോ? അതെ. നീ അവനൊരു അനാഥനാണോ? ഒറ്റപ്പെട്ട ജീവിതമാണെന്നാണ് പറയുന്നത്. അതെ. നമുക്ക് 3 പേർ കൂടെ അവനൊരു ജീവിതം കൊടുത്താലും ഞാൻ ഇയാള് തമ്മിൽ സ്നേഹത്തിലാ. എന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. ഇതാണ് അപ്പൊ ഇവിടെ എന്നെ കൂടെ വന്നതല്ലേ? നിന്നെ കൂടെ വന്നതാണ്. പക്ഷെ ഇത് എവിടെ വന്നത് കയറി എനിക്ക് അറിയില്ല. എന്റെ ചേച്ചി ഇത്ര പൊക്കമൊന്നുമില്ല. എനിക്ക് എത്ര പൊക്കമല്ല. അതുകൊണ്ടാണ് നീ പൊക്കോളം കിട്ടി പറഞ്ഞു കൂടെ പോയത്. ദൈവത്തിനാണ് ചേട്ടനല്ലാതെ ഞാൻ വേറെ ആരെയും കൂടി വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെ ഇവനാരാ? ഇവനാരാ പിന്നെ? അത് ഞാൻ വേറെ ആളെ വിളിക്കാൻ അപ്പൊ ഞാനോ? അപ്പൊ ഞാനാണ്. നീ എനിക്ക് എവിടെ എനിക്കറിയത്തില്ല. ഞാൻ ചേട്ടന് മാത്രം വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുള്ളൂ. നീ മെസ്സേജ് ഒന്ന് അടിച്ചു. നിങ്ങൾ നോക്ക്. കേക്ക്. ആളുടെ ഇവിടെ മെസ്സേജ് ഇട്ടേ എനിക്കാണെന്ന് പറഞ്ഞിട്ടേ എവിടെയാണോ? പഞ്ചായത്ത് ഗ്രൂപ്പിലാ. ഈ പഞ്ചായത്തിലുള്ള എല്ലാ പാപ്പാമാരും ഇവിടെ എത്തും. എന്റെ ഉറപ്പാ. Let's go.
കാര്യം പറയട്ടെ പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണും സമൂഹത്തിൽ ജീവിക്കാൻ ഇവിടെ അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പൊ ടൈമിൽ കൃത്യമായി